ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? മുസ്തഫാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ആ രക്ഷ കൊണ്ടുപോകാൻ വേണ്ടി ചവിട്ടി കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഇവിടെയുള്ള സഹായം ചെയ്യും എല്ലാവരും. നമ്മുടെ നാട്ടിലാണ് ചെയ്യുമോ? ഓക്കെ, കാലുകൊണ്ട് ചവിട്ടി അണ്ണൻ ആ രക്ഷ ചവിട്ടി വിടുന്നു, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മധുര ടൗണിൽ കൂടെ ഒക്കെ ഉള്ളൊരു യാത്രയാണ്. ഓട്ടോയിലാണ് ഞങ്ങൾ അണ്ണാനിലയം പോവാണ്. എന്താ അണ്ണൻ്റെ പേരെന്താ? മുസ്തഫ അണ്ണൻ്റെ ഓട്ടോയിലാണ് നമ്മൾ കറങ്ങുന്നത്. കേരള ഇവിടെ ബോർഡൊക്കെ നീറ്റ് MP ഓർഡർ ലോഡ്ജ് തിരക്കിപ്പോൾ ഓപ്പോസിറ്റ്. ഓക്കെ നമുക്ക് അവിടെ ഒരു ലോഡ്ജ് വേണം. അപ്പം പറഞ്ഞ MP ലോഡ്ജിലും പറഞ്ഞ ലോഡ്ജുണ്ട്. അപ്പം മുസ്തഫാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. $1,200 1200 രൂപ എന്നാണ് പറയുന്നത് അണ്ണൻ. കുഴപ്പമില്ല, ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് വൃത്തിയൊക്കെ ഉള്ളൊരു ലോഡ്ജിലൊക്കെ വേണമല്ലോ പോകാൻ. സാധാരണ വലിയൊരു ചെന്നൈ മാതിരിയുള്ളൊരു തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം. മാർക്കറ്റൊക്കെ എங்கே ഇവിടെ? റൈറ്റ് സൈഡ് അല്ലേ? ഓക്കെ. ആ, കോയിൽ പക്ക. റെയിൽവേ സ്റ്റേഷൻ പക്കാതാണോ കോയിൽ? ആ ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഭയങ്കര ചെക്കിങ് വരാൻ സാധ്യതയുണ്ട്. ഏതാണ്ടൊരു കോവിലാണ്. എന്നാ കോവിലാണ്? ഗണപതി കോവിലാണ്. ഒരു ഗണപതി കോവിലാണ് നമ്മൾ കണ്ടത്. ഇവിടെയൊക്കെ എല്ലാ ഈ ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്, ആർക്കിടെക്ചറൽ വർക്കുകളൊക്കെ ഭയങ്കരമായിരിക്കും. ഇപ്പോഴും ഇവിടെ സൈക്കിൾ റിക്ഷയിലൊക്കെ ഉള്ള പരിപാടി ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണാനില്ല. അത്യാവശ്യം ഈ അവിടെയൊക്കെ ഉണ്ടല്ലോ. സെറ്റപ്പ് ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ട്. ആണ്ടാണ് സൈക്കിൾ ഡ്രസ്സ് ലോഡൊക്കെ കൊണ്ടുപോകുന്നത്, ചെറിയ ലോഡൊക്കെ കൊണ്ടുപോകുന്നത് സൈക്കിൾ റിക്ഷയുണ്ട്. വെള്ളം കൊണ്ടുവന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? മുസ്തഫാണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ആ രക്ഷ കൊണ്ടുപോകാൻ വേണ്ടി ചവിട്ടി കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഇവിടെയുള്ള സഹായം ചെയ്യും എല്ലാവരും. നമ്മുടെ നാട്ടിലാണ് ചെയ്യുമോ? ഓക്കെ, കാലുകൊണ്ട് ചവിട്ടി അണ്ണൻ ആ രക്ഷ ചവിട്ടി വിടുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഇവിടെയൊക്കെയുള്ള മനുഷ്യർ നല്ല കോപ്പറേറ്റീവാണ്. എന്ത് ചോദിച്ചാലും അവിടെ കുതിരയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവിടെ നല്ല പാലം, ഒരു ലേക്കാണ്. വൈഗ റിവർ, ഒരു പേരൊക്കെ പറഞ്ഞു റിവർ. അതിന് നടുക്കൊരു മണ്ഡപമൊക്കെ ഉണ്ട്. എന്തോ ക്ഷേത്രത്തിൻ്റെ ഞാൻ തോന്നുന്നു. ഒരു മണ്ഡപം കാണാം, രസമുണ്ട് സംഭവം. ചൂടാണെന്ന് മാത്രം. അപ്പുറപ്പുറം എല്ലാം ഭയങ്കര തിരക്കാണ്.
നന്നായിട്ടാണ് ഈ ഏരിയയൊക്കെ. നമ്മളൊരു ജംഗ്ഷനിൽ വന്നു. നമ്മമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക ഓട്ടോക്കാർ. ട്രാഫിക്കാണ്. അണ്ണൻ കയറ്റിക്കൊണ്ട് പോവുക. ഹോസ്പിറ്റലാണ് കാണുന്നത്. പിന്നെ ഹോസ്പിറ്റൽ വേറെന്നാ? മധുര രാജാജി ഹോസ്പിറ്റൽ. മധുര രാജാജി ഹോസ്പിറ്റലാണ്. ഗവൺമെന്റ് രാജാജി ഹോസ്പിറ്റൽ, വലിയ മധുരയിലെ വലിയ ഹോസ്പിറ്റലാണ്. ഫ്രീ ആണ്, കംപ്ലീറ്റ് ഫ്രീയാ കേട്ടോ ഇവിടെ. മെഡിക്കൽ കോളേജാണ് ഓപ്പോസിറ്റ് ഉള്ളത്. അങ്ങനെ എന്തൊക്കെയാ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു അമേരിക്കൻ കോളേജ് ഉള്ളത്. മധുര ഇച്ചിരി നല്ല ഡെവലപ്ഡ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഒന്നുമല്ല മധുര സംഭവമാണ്. ഇവിടെ എന്തോ ഒരു ഇതൊക്കെ കാണാം, ബോർഡുകളൊക്കെ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ IMAയുടെ മധുര മെഡിക്കൽ കോളേജ്. നമ്മൾ വരുന്നതെല്ലാം നല്ല സ്റ്റേറ്റിൽ കൂടാണ്. ഓപ്പോസിറ്റ് രാജാജി ഹോസ്പിറ്റലിൻ്റെ ഒരു സ്ട്രേറ്റ് ആണ് ഇവിടെ. എല്ലാം ഹോസ്പിറ്റൽ അടുത്തടുത്താണ്. ആക്സിഡൻ്റൊക്കെ ഉള്ള കേസാണ് ഈ ഹോസ്പിറ്റലാണ്, രാജാജി ഹോസ്പിറ്റൽ. ആക്സിഡൻറ്റ് കേസൊക്കെയാണ് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. വലിയ ഹോസ്പിറ്റൽ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആംബുലൻസ് ചീറിപ്പായുന്നുണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കളക്ടറേറ്റ്. മധുര ജില്ലയുടെ കളക്ടറേറ്റാണ് ഇവിടെ കാണുന്നത്. ഇതാണ് അരവിന്ദ് ഹോസ്പിറ്റല്. ഇത് പ്രൈവറ്റ് അല്ലേ? പ്രൈവറ്റ് ആണ് ഇത്. അരവിന്ദ് കണ്ണാശുപത്രിയാണിത്. കേട്ടോ, മാട്ടുത്താവണിക്കുള്ള ബസ് വന്നു കഴിഞ്ഞു. ഇതിലേക്ക് ഞങ്ങൾ കയറാൻ പോവുകയാണ്. കേട്ടോ, മാട്ടുത്താവണി ബസ്സാണ് ഇവിടെ വന്നേക്കുവാണ്. നമ്മൾ കയറി എന്നത്. ഇത് പെരിയാർ ബസ് സ്റ്റാൻഡാണ്, മധുരയിലെ പെരിയാർ ബസ് സ്റ്റാൻഡ്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് പെരിയാർ ബസ് സ്റ്റാൻഡ് തന്നെയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. ഇവിടെ മെട്രോയിലെ പോലെ തന്നെ
ഈ അനൗൺസ് ചെയ്യും അടുത്ത സ്റ്റേഷൻ. ഇപ്പം നമുക്കിവിടെ കേൾക്കാൻ പറ്റും അടുത്ത സ്റ്റോപ്പ് ഇന്നതാണെന്ന്. നമ്മൾ മെട്രോയിൽ കേൾക്കത്തില്ലേ, അതിപ്പോൾ ഇവിടെ കേൾക്കാം. ഇതാണ് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡാണ്. ഇവിടെ അടുത്താണ് MGR നിലയം. അപ്പോൾ നമുക്കത് ഒന്ന് കാണാനാണ് വന്നിട്ടുള്ളത്. നമുക്ക് അങ്ങോട്ട് യാത്ര പോകാം. ഇത് ബസ് സ്റ്റാൻഡാണ്, മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ്. MGR നിലയം എന്ന് പറയും. വലിയൊരു ബസ് സ്റ്റാൻഡാണ്. ഇത് ഷോപ്പിംഗ് സെൻറ്ററോടൊക്കെയാണ്. ലോക്കൽ കച്ചവടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ കണ്ടൊക്കെ പോവാം. ബലൂണാണ്, ബലൂണിൻ്റെ ഒരു നീണ്ട ബലൂൺ, വലിയ ബലൂൺ. പില്ലോ കച്ചവടം. കൊച്ചു കുട്ടിയായിട്ടിരിക്കുകയാണ്. തുണിയുടെ പൊടി. MGR നിലയം ബസ് സ്റ്റാൻഡ്. ഇവിടെ എന്തൊക്കെയോ സംഭവം ഉണ്ടെന്നും പറഞ്ഞ് വന്നതാണ്. പക്ഷെ ഇവിടെ ബസ് സ്റ്റാൻഡ് അല്ലാതെ MGRൻ്റെ കുറേ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. അല്ലാതെ ഒന്നുമില്ല ഇവിടെ. ഒന്നുമില്ല ഇവിടെ. വലിയൊരു ബസ് സ്റ്റാൻഡാണ്. വേണ്ട 1 കിലോമീറ്ററോളം ഇതിൻ്റെ വ്യാപ്തിയുണ്ട് പല സൈഡിലായിട്ട്. ഇവിടെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡ്. നമ്മളൊന്ന് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകണം ഫുഡ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇതാണ് പാഴ്സലിൻ്റെ കൗണ്ടറാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും കുറുമയും ഇവിടുന്ന് പാഴ്സൽ വാങ്ങിക്കുകയാണ്. പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോവാണ്. ഇവിടുത്തെ ഒരു കടയാണ്, ഫേമസ് കടയാണ്. പാഴ്സലാണ് ഇവിടെ വാങ്ങിക്കുന്നത്.